നികേഷ് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഇത് നരേന്ദ്രമോദിക്കെതിരായ വിമർശനമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്രാധിപത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വംശീയതയാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആധിപത്യത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത് മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത് ബഹുസ്വരതയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിഷയത്തെയാണ് എം ടി വാസുദേവൻ നായർ അഭിസംബോധന ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും എം ടിയുടെ ഉദാഹരണമായി റഷ്യ വരില്ല, വിൽഹം റീഹ് വരില്ല, മാക്സ് വരില്ല, ആന്റൺ ചെക്കവ് വരില്ല, മാക്സിം ഗോർക്കി വരില്ല, EMSഉം വരില്ല. വളരെ ഗഹനമായി ലോകരാഷ്ട്രീയത്തെ പഠിച്ചിട്ടുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹം ആരംഭിക്കുക ഹിറ്റ്ലറിൽ നിന്ന് തുടങ്ങും, മുസോളിനിയിൽ നിന്ന് തുടങ്ങും. ഈ രീതിയിൽ ലോകത്തെ വംശീയമായി വംശാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കാൻ ശ്രമിച്ച ആളുകളെ വെച്ചുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിയോടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുക. ഇനി കേരളത്തിലേക്കാണ് വരുന്നതെങ്കിൽ വളരെ അസ്വാഭാവികമായി EMSനെ എടുത്തു വയ്ക്കുകയല്ല എം ഡി ചെയ്തിട്ടുള്ളത്. എം ടിയെ സംബന്ധിച്ച് എം ഡിക്കൊരു വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ വിഷയം നേരത്തെ നികേഷ് പറഞ്ഞു, എം ഡി തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ആരെയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ആ രീതിയിലൊരു വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് എം ഡിയുടെ സാമൂഹ്യ ബാധ്യതയല്ല. എം ഡി എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരളത്തിൻ്റെ സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത് ചില പ്രവണതകളെ കാണുമ്പോൾ എങ്ങനെയാണ് ഓരോ സമൂഹത്തിലും ആ പ്രവണതകൾ ആ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് ഉദാഹരിച്ചുകൊണ്ട്, ചരിത്രം പറഞ്ഞുകൊണ്ട്, നോക്കൂ നിങ്ങളിവിടെ കണ്ണു തുറന്നിരിക്കണം എന്ന് പറയുന്നൊരു എഴുത്തുകാരനാണ് ഈ പറയുന്ന എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായർ നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കില്ല, അമിത്ഷായ്ക്കെതിരെയും സംസാരിക്കില്ല, പിണറായി വിജയനെതിരെയും സംസാരിക്കില്ല. അത് എം ടി വാസുദേവൻ നായരുടെ കോൺസ്റ്റിറ്റുവൻസി അല്ല. അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിലവിൽ നിൽക്കുന്ന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഭരണക്രമത്തിൽ ആശാസ്യമല്ലാത്ത ഒരുപാട് പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അതിനെ ചരിത്രപരമായി ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എം ടി വാസുദേവൻ നായർ ചെയ്യുക. ഇവിടെ എം ടി വാസുദേവൻ നായർ എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു? എം ടി വാസുദേവൻ നായർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിരുത്താൻ കഴിയും ഒരു സമൂഹത്തിന്. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകളെ കുറച്ച് കാണുകയോ അതിൻ്റെ ഗൗരവത്തിൽ കാണാതിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല എം ടി വാസുദേവൻ നായർ. കേരളത്തിൻ്റെ സാമൂഹിക വികസനത്തിന് ഇടതുപക്ഷം നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ലെന്നും ഇനിയും കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് ഇടതുപക്ഷം അനിവാര്യമാണെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള അപജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് എം ടി നിർദ്ദേശിക്കുന്നത്. ഇവിടെ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുക എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എം ടി വാസുദേവൻ നായർ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമില്ലാത്ത സമൂഹമാക്കി മാറ്റുന്ന ആരാണെന്നറിയാവോ? വംശീയത, ഈ പറയുന്ന വർഗീയത ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ആൾക്കൂട്ടത്തെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സമൂഹമാക്കി മാറ്റുന്നത്. അവർ ആൾക്കൂട്ടമായിട്ട് അവിടെ നിൽക്കണം. അതേസമയം കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനല്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാൻ ബാധ്യസ്ഥരായിട്ടുള്ളൊരു വിഭാഗമാണ് അവർ. അങ്ങനെയാണ് അവർ ലോക ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് എം ടി വാസുദേവൻ നായർ പറയുന്നത്. ആ അർത്ഥത്തിലൊക്കെ യഥാർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരുടെ ഇന്നത്തെ വിഷയം ഈ ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സമഗ്രാധിപത്യ പ്രവണതകളോ ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നൊരു ഭാഷ സംസാരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു അനാവശ്യ പ്രവണത സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് ഞാനിതാ ഒരു തിരി കൊളുത്തി വയ്ക്കുന്നു, നിങ്ങൾ ആ വെളിച്ചത്തിലൂടെ കണ്ടുകൊള്ളൂ എന്ന് പറയുകയാണ് ചെയ്തത്. അതൊരു എഴുത്തുകാരൻ്റെ ധർമ്മമാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരൻ്റെ ധർമ്മമാണ്. എം ടി വാസുദേവൻ നായർ അതാണ് നിർവഹിച്ചത്. അതുകൊണ്ട് എം ടി വാസുദേവൻ നായർ വിമർശിച്ചത് പിണറായി വിജയനെയും ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളെയും തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി അത് നാളെ Meet the editors.